ഒരുപക്ഷെ VKP ചോദിച്ചു, പത്മ പുരസ്കാരങ്ങളും അവാർഡുകളും ഒന്നും കിട്ടിയില്ലല്ലോ, അങ്ങനെയുള്ള ബഹുമതികൾ കിട്ടാത്തതിൽ എൻ്റെ സുഹൃത്തിന് എന്തെങ്കിലും വിഷമമുണ്ടോ എന്ന്. ഒരിക്കലുമില്ല. ഇതാണ് പത്മ അവാർഡിനേക്കാൾ ഞാൻ ഇതിലാണ് ഗംഭീര കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഇവരുടെ ഇങ്ങനെയുള്ള ആൾക്കാരുടെ കമൻസാണ് ഇത് പറയുന്നതൊക്കെ ഇല്ലേ. പത്മ പുരസ്കാരത്തെ കുറിച്ച് എനിക്ക് വലിയൊരു വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. തീർച്ചയായും സത്യം പറയാം. എനിക്ക് അതിനെക്കുറിച്ച് അത്ര ഒരു പിന്നെ ദേവരാം മാഷ് പറയാം, ദേവരാം സാർ എപ്പോഴും പറയുന്നത്, നീ ഒരു പുരസ്കാരത്തിൻ്റെ പിന്നാലെ പോകരുത്, നിനക്ക് നിൻ്റേതായ വ്യക്തിത്വം നിനക്കുണ്ട്. പത്മശ്രീ കേന്ദ്രം വെച്ചുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ദേവരാം സാറിന് പത്മശ്രീ കൊടുക്കാൻ സമയത്ത് ഞാനുണ്ടായിരുന്നു. ചീഫ് മിനിസ്റ്റർ വിളിച്ച് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു, വേണ്ട, എനിക്കൊരു പുരസ്കാരം വേണ്ട, ഞാൻ പരമപൂജ്യ ദേവരാജനാണ്. അതിന് എപ്പോഴും പറയാറുണ്ട്, ഒരു പുരസ്കാരത്തിന് പിന്നാലെ പോകാതിരിക്കുകയാണ് നല്ലത്. എന്നോട് എൻ്റെ ഗുരുവാണ് അദ്ദേഹം. ദേവരാം മാഷാണ് എൻ്റെ ഗുരു. സത്യം പറയാം. ചേട്ടാ, അങ്ങനെയാണെങ്കിൽ പോലും താങ്കളെക്കാൾ ഒരുപക്ഷെ കലാരംഗത്ത് പിന്നിൽ നിൽക്കുന്ന പലരും ഇങ്ങനെയുള്ള അവാർഡുകൾക്കും ബഹുമതികൾക്കും പാത്രമാകുമ്പോൾ മനസ്സിൻ്റെ ഏതെങ്കിലും ഒരു വിദൂരക്കോണിൽ ഇല്ല 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 അതില്ല, യാതൊരു ദുഃഖമില്ല, ഒരു വിഷമമില്ല. അതാണ് അതിനെക്കുറിച്ച് ഞാൻ ബോധർ ചെയ്യാറില്ല. പത്മശ്രീയോ ആരെങ്കിലും പറയാറുണ്ട്, ചേട്ടാ നിങ്ങൾക്ക് എന്തുകൊണ്ട് അവാർഡ് തന്നില്ല എന്ന് ചോദിക്കുമ്പോൾ എന്താ ചേട്ടൻ അവരോട് പറയുക? ഇല്ല, അവാർഡ് ഒന്നുമില്ല, വേണ്ട, കിട്ടില്ല, വേണ്ട അത്രേ ഉള്ളൂ. എനിക്ക് ദുഃഖമില്ല, യാതൊരു ദുഃഖമില്ല, ഇപ്പോഴും ഇല്ല, സത്യം പറയാം. ഒരുപക്ഷെ താങ്കൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പുരസ്കാരം ഈ പറഞ്ഞ ഇക്ബാലുമാരാണ്. ബഷാറും ഇക്ബാലുമാരുമാണ് അവരുടെ. ബഷാർ എന്നോട് പറഞ്ഞു, ചേട്ടാ എൻ്റെ മാതിരി ഒരാളല്ല, ആയിരക്കണക്കിന് ആൾക്കാർ